Debate with Dr. Arun Kumar. പഹൽഗാം ഭീകരാക്രമണത്തിന് ഉത്തരവാദികളായ ഭീകരരെ പിന്തുടർന്ന് വേട്ടയാടുമെന്ന് പ്രധാനമന്ത്രി ബീഹാറിലെ മധുബനിയിൽ ഇന്ത്യക്ക് ഉറപ്പ് നൽകിയത് 10 ദിവസങ്ങൾക്ക് മുൻപാണ്. നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിച്ചും സിന്ധു നദീജല കരാർ മരവിപ്പിച്ചും സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയും പാകിസ്ഥാനെ മുൾമുനയിൽ നിർത്തി ഹൃദയമിടിപ്പ് കൂട്ടി നീക്കം കടുപ്പിക്കുകയാണ് ഇന്ത്യ. ഝലം നദിയിൽ നീരൊഴുക്ക് കൂട്ടിയും ചെനാബ് നദിയിൽ ഷട്ടർ താഴ്ത്തി നീരൊഴുക്ക് കുറച്ചും മോദിയുടെ ജലയുദ്ധം. അറബിക്കടലിൽ സർവ്വസജ്ജമായി നാവികസേന. ഒരു കടലും കീഴടക്കാൻ പാടില്ലാത്തതായിട്ടില്ലെന്ന് നാവികസേനയുടെ ഉറപ്പ്. അതിർത്തികളിൽ മിസൈലുകളും ടാങ്കറുകളും തയ്യാർ. ആകാശപാതയിലേക്ക് ചിറകുവിരിക്കാൻ വ്യോമസേനയും തയ്യാറെടുക്കുന്നു. ആകാശത്തു നിന്ന് വരുന്ന ഏതാക്രമണത്തെയും തടയാൻ റഷ്യൻ മിസൈലുകൾ വാങ്ങി കരുത്തുകൂട്ടി ഇന്ത്യൻ കരസേന. അപ്പോഴും ആ ചോദ്യം ബാക്കി: ഭീകരർ എവിടെയാണ്? ഇന്റലിജൻസ് മുന്നറിയിപ്പുകൾ അവഗണിച്ചു. തിരിച്ചടിക്ക് സജ്ജമായോ നമ്മൾ? അതിഥികളായി നമുക്കൊപ്പം എംഇഎസ് പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ, BJP പ്രതിനിധി KVS ഹരിദാസ്, വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ ജോസഫ് ആന്റണി, പ്രതിരോധ വിദഗ്ധൻ ഡോക്ടർ മോഹനൻ പിള്ള, റിട്ടയർഡ് കേണൽ എസ് ദിന്നി എന്നിവരാണ് ചർച്ചയിൽ. അത് ഞാൻ KVS ഹരിദാസിലേക്ക് പോകുന്നു. KVS ഹരിദാസ്, പൂർണ്ണമായും രാജ്യം ഒറ്റക്കെട്ടാണ് സർക്കാരിനോടൊപ്പം. ഇപ്പോൾ 12 ദിവസങ്ങൾ പൂർത്തിയാവുന്നു ഭീകരാക്രമണം നടന്നിട്ട്. ചില സൂചനകൾ വരുന്നത് ഈ ഭീകരർ പാക് അധിനിവേശ കാശ്മീരിലേക്ക് കടന്നുവെന്നാണ്. പക്ഷേ അപ്പോഴും നമ്മുടെ സൈന്യവും NIA-യും എല്ലാം കൃത്യമായി പരിശോധന നടത്തുകയും പൂർണ്ണമായ ജാഗ്രത പാലിക്കുകയും ചെയ്യുന്നുണ്ട്. ചിലരെങ്കിലും എന്തുകൊണ്ടാണ് തിരിച്ചടി വൈകുന്നത് എന്ന് ആശങ്കപ്പെടുന്ന സാഹചര്യം കൂടിയാണ്. എന്താണ് അതിനുള്ള മറുപടി, ശ്രീ ഹരിദാസ്? അല്ല ഡോക്ടർ അരുൺ, ഈ കൃത്യം ചെയ്തവർ മാത്രമല്ല, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കും കൃത്യമായ മറുപടി നൽകും എന്നത് പ്രധാനമന്ത്രിയുടെ വാക്കാണ്. അത് ഈ രാജ്യത്തിൻ്റെ നിലപാടാണ്. ഇതിൽ ആരെയൊക്കെ പിടിച്ചു ആരെയൊക്കെ പിടിച്ചില്ല എന്നുള്ള ഒരു സംശയം ഉണ്ടാകേണ്ട കാര്യവുമില്ല. ആ ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഏതാണ്ട് 300ഓളം പേര് കസ്റ്റഡിയിലുണ്ട്. പ്രതികൾ എന്ന് സംശയിക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട 300ഓളം പേര് കസ്റ്റഡിയിലുണ്ട്. 12,000-ഓളം പേരെ അല്ലാതെ അറസ്റ്റ് ചെയ്യാതെ തന്നെ നിരീക്ഷണത്തിൽ നിർത്തിയിട്ടുണ്ട്. ആ അന്വേഷണം നടക്കട്ടെ. ആർമിയുണ്ട്, അതിന് പുറമെ NIA-യും ഉണ്ട്. ഇതിൽ പെടുന്ന ഒരാളും രക്ഷപ്പെടാൻ പോകുന്നില്ല. പിന്നെ രണ്ടാമത്തെ അരുണിൻ്റെ സംശയം, എന്തുകൊണ്ടാണ് പ്രത്യാക്രമണം വൈകുന്നത്? ഞാൻ ഈ ഒരു കാര്യത്തിൽ ഇവിടെ സൈനിക വിദഗ്ധന്മാരുണ്ട്. ഞാനേക്കാൾ നന്നായിട്ട് ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ കഴിയുന്നവരാണ്. പക്ഷേ ഇതിലൊരു ടൈം ലിമിറ്റ് നമ്മൾ ചാനലിൽ ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതില്ല എന്ന നിലപാടാണ് എനിക്ക്. ഇത് പ്രധാനമന്ത്രി ഈ കാര്യത്തിൽ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി കഴിഞ്ഞതിന് ശേഷം സർക്കാർ പറഞ്ഞത് എന്താ? ദ ഡിഫൻസ് ഫോഴ്സസ് ഹാവ് ബീൻ ഗിവൺ എ ഫ്രീ ഹാൻഡ്. ഇവിടെ എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള സർവ്വ അധികാരങ്ങളും ഇവിടുത്തെ സൈനിക നേതൃത്വത്തിന് നൽകി കഴിഞ്ഞിട്ടുണ്ട്. അവരത് ചെയ്യാൻ പ്രാപ്തരാണെന്ന് മുമ്പ് പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട്. നമുക്ക് കാത്തിരിക്കാം. പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടി മറക്കരുത്. നമ്മളിപ്പോൾ ഇതൊക്കെ ഇവിടെ ചർച്ച ചെയ്യുന്ന സമയത്ത് പാകിസ്ഥാനിലുള്ള ബേജാറ് നമ്മൾ കാണാതെ പോയിക്കൂടാ. പാകിസ്ഥാനിൽ കഴിഞ്ഞ ഈ പഹൽഗാം സംഭവത്തിൻ്റെ പിറ്റേ ദിവസം മുതൽ ഇന്ത്യ ആക്രമിക്കാൻ വരുന്നു, ഇന്ത്യയെ യുദ്ധം ചെയ്യാൻ വരുന്നു, ഇന്ത്യയെ പിടിച്ചടക്കാൻ വരുന്നു എന്നുള്ള നിലവിളിയാണ് പാകിസ്ഥാനിൽ എമ്പാടും കാണുന്നത്. പാകിസ്ഥാനിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണ്. പണപ്പെരുപ്പം കൂടിയിട്ടുണ്ട്. അവശ്യ സാധനങ്ങളുടെ ലഭ്യതയില്ലാതായിട്ടുണ്ട്. ജനങ്ങൾ പരിഭ്രാന്തിയിൽ കഴിഞ്ഞുകൂടുന്ന ചിത്രം. അവിടുത്തെ ആർമിയിൽ നിന്ന് കൂട്ടത്തോടെ പലായനം, ജനങ്ങൾ അല്ലെങ്കിൽ സൈനികർ ആർമി വിട്ട് പോകുന്ന ചിത്രവും നമ്മൾ കണ്ടു. ബലോചിസ്ഥാൻ പോലുള്ള മേഖലകളിൽ പാകിസ്ഥാൻ സൈന്യത്തിന് കാലുകുത്താൻ കഴിയാത്ത വണ്ണമുള്ള പ്രതിരോധം നമ്മൾ കാണുന്നുണ്ട്.
ഇതൊക്കെ പാകിസ്ഥാനിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഭയാനകമായ അന്തരീക്ഷമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഭയാനകമായ അന്തരീക്ഷമുണ്ട്. ആ സമയത്ത് നമ്മൾ ഡിപ്ലോമാറ്റിക് തലത്തിൽ നമ്മൾ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ ഓരോന്നോരോന്നായിട്ട് നടപ്പിലാക്കി വരുന്നു. അരുൺ തന്നെ സൂചിപ്പിച്ചല്ലോ, നമ്മൾ ഒരു ഇൻഡസ് വാട്ടർ ട്രീറ്റിയുടെ റദ്ദാക്കി അല്ലെങ്കിൽ അത് ഭാഗമായിട്ട് ഡാമിൽ നിന്നുള്ള ജലനീരൊഴുക്ക് കുറയുന്നു. അത് പഞ്ചാബിലെ കർഷകരെ ബാധിക്കും, സിന്ധിലെ മേഖലയെ അത് ബാധിക്കും. ഇസ്ലാമാബാദിൽ തന്നെ ചില ആശങ്കകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അതവിടെ നിൽക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. പക്ഷെ അപ്പോഴും എൻ്റെ ഒരു ആശങ്കയുള്ളൊരു ചോദ്യം ഇതാണ്, ശ്രീ KVS ഹരിദാസ്, നമ്മുടെ കാശ്മീർ, നമ്മുടെ ശ്രീനഗർ ഇപ്പോഴും നിശ്ചലമാണ്. ഞങ്ങളുടെ പ്രതിനിധികൾ അവിടെ നിന്ന് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് പഹൽഗാമിലാവട്ടെ, അത് സോനാമാർഗിലാവട്ടെ, അത് ശ്രീനഗറിലാവട്ടെ, ഡാൽ ലേക്കിലാവട്ടെ, ഇന്നത്തെ സൺഡേ മാർക്കറ്റിലാവട്ടെ, അവിടെയെങ്ങും വിനോദസഞ്ചാരികൾ എത്തുന്നില്ല. നഷ്ടപ്പെട്ടത് നമ്മുടെ ശ്രീനഗറിലെ കാശ്മീരിലെ സഹോദരങ്ങളുടെ ജീവിതോപാധിയാണ്. അവിടെ വിനോദസഞ്ചാരികൾ എത്തി 95% ബുക്കിംഗ് ക്യാൻസലേഷൻ. പാകിസ്ഥാൻ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഞാനിപ്പോൾ ഇന്ന് പാകിസ്ഥാൻ്റെ ഇൻഫ്ലേഷൻ റേറ്റ് എടുത്ത് നോക്കുകയായിരുന്നു. അവിടെ ഇൻഫ്ലേഷൻ റേറ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ 1.5 എത്തി 2.4 നിന്ന്. കാര്യമായ ഇമ്പാക്റ്റ് പാകിസ്ഥാനിലെ ജനങ്ങളുടെ മേൽ ഉണ്ടാക്കാൻ കഴിയുന്നില്ല നമുക്ക്. ശരിയാണ്, സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ നഷ്ടപ്പെടൽ നമ്മുടേതാണ്. അപ്പോൾ തിരിച്ചടി വൈകുന്നോ എന്നൊരു ചോദ്യം ചില കോർണറുകളിൽ നിന്നുണ്ടാവുന്നു. അത് സ്വാഭാവികമായും മിലിറ്ററിയാണ് തീരുമാനിക്കേണ്ടത്, അത് നമുക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല. പക്ഷേ ആശങ്ക ഏതാണ്? നഷ്ടപ്പെട്ടത് നമുക്കല്ലേ ഇതുവരെയും? അല്ല അരുൺ ഒരു കാര്യം മനസ്സിലാക്കണം. ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞിട്ട് പാകിസ്ഥാൻ നോർമലൈസ്ഡ് ആകുന്നത് വരെ നമ്മുടെ ചാനലുകൾ എന്താ ചർച്ച ചെയ്തിരുന്നത്? കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ അവിടെ ടൂറിസ്റ്റുകളുടെ പ്രവാഹമുണ്ടായി. ഈ ഒരു 10 ദിവസമായിട്ടാണ് പ്രതിസന്ധി ഉള്ളത്. അത് റിക്കവർ ചെയ്ത് വരാൻ കുറച്ച് സമയം എടുക്കും. നമ്മളൊരു ഒരു സൈനിക നടപടി തുടങ്ങിയാൽ പോലും കാശ്മീരിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ പ്രവാഹത്തിന് കാലതാമസമുണ്ടാകും. അത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടേ കാത്തിരുന്നിട്ടേ കാര്യമുള്ളൂ. നാളെ തിരക്ക് പിടിച്ച് പോയി എന്ന് കരുതിയിട്ട് ആരെങ്കിലും നമ്മൾ തിരക്ക് പിടിക്കാനും പാടില്ല. അത് പൂർണ്ണമായിട്ടും സൈന്യത്തിൽ വിശ്വാസമർപ്പിച്ച സർക്കാരിനോട് കൂടെ തന്നെയാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രതിപക്ഷവും ഇന്ന് പ്രിയങ്ക ഗാന്ധിയും അത് തന്നെയാണ് സൂചിപ്പിച്ചത്. ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. KVS ഹരിദാസ്. ഡോക്ടർ ജോസഫ് ആന്റണി, വിദേശകാര്യ വിദഗ്ധൻ കൂടി നമുക്കൊപ്പമുണ്ട്. ഡോക്ടർ ജോസഫ് ആന്റണി, നിലവിലുള്ള സാഹചര്യത്തിൽ ഒരു മിലിറ്ററി ആക്ഷൻ വൈകുന്നുവെന്ന് ചിലരെങ്കിലും അഭിപ്രായപ്പെടുന്നുണ്ട്. പക്ഷേ പഴുതടച്ചുള്ള നീക്കത്തിനാണ് ഇന്ത്യ തയ്യാറെടുക്കുന്നത് എന്നതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട അവർ നൽകുന്ന വിശദീകരണം. ബങ്കറുകൾ തയ്യാറാണ്. നോക്കൂ, റഷ്യൻ മിസൈലുകൾ, ഇഗ്ലു മിസൈലുകൾ ഇപ്പോൾ വാങ്ങിക്കഴിഞ്ഞു. അതാണെങ്കിൽ പാകിസ്ഥാൻ്റെ ഏതൊരു നീക്കത്തെയും ഈ ഇഗ്ല-S മിസൈൽ ഉപയോഗിച്ച് നമുക്ക് പ്രതിരോധിക്കാം. ഇന്ന് എയർഷിപ്പ് പ്ലാറ്റ്ഫോം മധ്യപ്രദേശിലെ ഷ്യൂർപൂരിൽ നിന്ന് ലോഞ്ച് ചെയ്തു. നമ്മുടെ ഭൂമിയിൽ നിന്നുള്ള നിരീക്ഷണം കുറച്ചുകൂടി ശക്തമാക്കിയിട്ടുണ്ട്, സർവൈലൻസ് ശക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ പടിപടിയായിട്ട് കാര്യങ്ങൾ ചെയ്തു വരികയാണ്. ധൃതി വേണ്ടതില്ല. അങ്ങനെ തന്നെയല്ലേ അങ്ങയുടെയും നിലപാട്? നമ്മൾ 2016-ലും 2019-ലും ഉണ്ടായ 2 ആക്രമണങ്ങൾ, ഉറി ആക്രമണവും പുൽവാമ ആക്രമണവും, നമ്മൾ അതിന് രണ്ടിനും തിരിച്ചടി കൊടുത്തപ്പോൾ നമ്മൾ കരുതിയത് ഇനി അത്തരം ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്നാണ്. എന്നാൽ നമുക്കറിയാം 2025-ൽ വീണ്ടും അതിനിഷ്ഠൂരമായ തരത്തിൽ പാകിസ്ഥാൻ ഭീകരർ നമ്മുടെ ജനങ്ങളെ, നിരപരാധികളായ വിനോദസഞ്ചാരികളെ വധിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇതിന് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ലക്ഷ്യം ഞാൻ മനസ്സിലാക്കുന്നത്, ഇനി ഇത്തരം ആക്രമണങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഭീകരരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല എന്നൊരു ലക്ഷ്യം നമ്മുടെ ഭരണകൂടത്തിനുണ്ട് എന്നാണ് കാണുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനനുസൃതമായ തരത്തിലുള്ള ഒരു തിരിച്ചടി നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. ഈ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഇത്തരം കാര്യങ്ങളിൽ ഒരു ഭരണകൂടത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. നമുക്കറിയാം 2016-ൽ ഉറി ആക്രമണം ഉണ്ടാകുന്നത് സെപ്റ്റംബർ മാസം 18-ാം തീയതിയാണ്. നമ്മൾ തിരിച്ചടിച്ചത്, അതായത് സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നത് സെപ്റ്റംബർ മാസം 28-ാം തീയതിയാണ്, 10 ദിവസത്തിന് ശേഷമാണ്. എന്നാൽ 2019 പുൽവാമ ആക്രമണം നടക്കുന്നത് ഫെബ്രുവരി 14-നാണ്. അതിന് നമ്മൾ ബാലക്കോട്ടിൽ ആക്രമണം നടത്തുന്നത് ഫെബ്രുവരി 26-നാണ്, 12 ദിവസത്തിന് ശേഷമാണ്. ഇന്നിപ്പോൾ 12-ാമത്തെ ദിവസം ആകുന്നതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി സമയമെടുക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ കുറച്ചുകൂടി ഗൗരവമായ, കുറച്ചുകൂടി തീക്ഷ്ണമായ തിരിച്ചടി
ഈ ആക്രമണം നടത്തിയവർക്കെല്ലാം നൽകാൻ. അതുകൊണ്ടാണല്ലോ നമ്മൾ നേരത്തെ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടില്ലാത്ത തരത്തിലാണ് താങ്കൾ സൂചിപ്പിച്ച പോലെ മധുബനിയിൽ ആക്രമണം നടന്നതിന് ശേഷം അദ്ദേഹം നടത്തിയ പ്രസംഗത്തിലും അതിനുശേഷം മൻ കി ബാത്തിലും അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ തീർച്ചയായിട്ടും ഇതിന് തിരിച്ചടി നൽകും. തിരിച്ചടി നൽകുന്ന നടത്തിയവർക്ക് മാത്രമല്ല, ഇതിനെ പിന്തുണയ്ക്കുന്നവർക്ക് കൂടി നൽകും എന്ന് മാത്രമല്ല, അവർ ലോകത്തിൻ്റെ ഏത് അറ്റത്ത് പോയാലും അവരെ തെരഞ്ഞുപിടിച്ച് ഞങ്ങൾ പ്രഹരം നൽകും എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അർത്ഥം രണ്ട് മൂന്ന് ഉദ്ദേശങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിന് കാരണക്കാരായിട്ടുള്ള ആളുകളെ നമ്മൾ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കും, അതിന് പിന്തുണ നൽകിയവരെ ആക്രമിക്കും എന്ന് മാത്രമല്ല, മറ്റൊരു ആക്രമണം ഇനി ഉണ്ടാകുന്നതിന് മുമ്പ് ഇപ്പോൾ ആക്രമിച്ചവരും അതിന് പിന്നണിയിൽ നിന്ന ആളുകളും രണ്ടാമതൊന്നുകൂടി ആലോചിച്ചതിന് ശേഷം മാത്രമേ ആക്രമിക്കാൻ തയ്യാറാകൂ എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഈ നമ്മുടെ തീരുമാനത്തിന് വേണ്ടി അതിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കി കഴിയുന്നത്. നമ്മുടെ മന്ത്രിസഭാ സുരക്ഷാ സമിതി കൂടുന്നു. മന്ത്രിസഭാ സുരക്ഷാ സമിതിക്ക് കൂടിയതിനു ശേഷം നമ്മുടെ സേനാധിപന്മാരും നമ്മുടെ സുരക്ഷാകാര്യ ഉപദേഷ്ടാക്കളും എല്ലാം കൂടെ ചേർന്ന് നടത്തുന്നു. അതിൽ പറയുന്നു, സേനയ്ക്ക് എപ്പോൾ എങ്ങനെ എവിടെ ആക്രമണം നടത്താനുള്ള പരിപൂർണമായ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ് ഇക്കാര്യത്തിൽ സേനയ്ക്ക് നടത്താം. അതായത് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം അതിൻ്റെ കാര്യങ്ങളും ലക്ഷ്യങ്ങളും അവർക്ക് നൽകിക്കഴിഞ്ഞു, ബാക്കിയുള്ളത് അവരാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പ് അരുൺ സൂചിപ്പിച്ചതുപോലെ നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ, ഒരു യുദ്ധം, അതായത് നമ്മളൊരു നേരത്തെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തുമ്പോൾ ഒരു പക്ഷേ ആ രാജ്യം തിരിച്ചടിക്കില്ല. ഒരുപക്ഷെ ബാലക്കോട്ടിലെ കയറി ഭീകരന്മാരുടെ കേന്ദ്രങ്ങൾ ആക്രമിക്കുമ്പോൾ തിരിച്ചടിക്കില്ല. നമ്മളിവിടെ എന്താ ചെയ്യാൻ പോകുന്നത്? ഒരു പക്ഷേ ലഷ്കർ എ തൈബയുടെ ഉൾപ്പെടെയുള്ള നേതാക്കൾ താമസിക്കുന്ന മേഖലകളിൽ കയറി വരെ ആക്രമണം നടത്തിയേക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും, അതായത് പാകിസ്ഥാൻ്റെ ഉള്ളിലേക്ക് കടന്നു കയറി നമ്മളൊരു ആക്രമണം നടത്തിയാൽ തീർച്ചയായും ആ രാജ്യം തിരിച്ചടിക്കുന്നൊരവസ്ഥ ഉണ്ടാകും. ആ തിരിച്ചടിക്കുന്ന അവസ്ഥ ഒരു യുദ്ധത്തിലേക്ക് പോകും. അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് പോയാൽ, അങ്ങനെ ഒരു യുദ്ധം നേരിടാനുള്ള തയ്യാറെടുപ്പോട് കൂടി മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ സമയം എടുക്കുന്നത്, നമ്മളൊരു യുദ്ധത്തിന് ഇറങ്ങിയാൽ നമ്മൾ പറയും, നിങ്ങളുടെ ശത്രുവിനെ കൃത്യമായി മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ യുദ്ധം പരാജയപ്പെടും എന്ന് പറയുന്ന പോലെ, പാകിസ്ഥാൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു അസിമെട്രിക് വാർ തന്നെയായിരിക്കും എപ്പോഴും ഉണ്ടാവുക. നമ്മുടെ കരസേനയാവട്ടെ, നമ്മുടെ വായുസേനയാവട്ടെ, നമ്മുടെ നാവികസേനയാവട്ടെ, എല്ലാ തരത്തിലും പാകിസ്ഥാനേക്കാൾ മുന്നിലാണ്. എങ്കിലും പാകിസ്ഥാൻ സേന എന്ന് പറയുന്നത് ഒരു ബാറ്റിൽ ഹാർഡൻഡ് ആർമിയാണ്. അതായത് യുദ്ധങ്ങൾ നടത്തി, ആക്രമണങ്ങൾ നടത്തി, നല്ല പരിശീലനവും നല്ല സജീവവുമായി നിൽക്കുന്ന ഒരു സേനയാണവർ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സേന ആയിട്ട് നമ്മൾ ആക്രമണം നടത്തുമ്പോൾ ആ ആക്രമണത്തിന്റെ മേഖലയിൽ നമുക്ക് എങ്ങനെ അവരായിട്ട് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനം. സർവ്വ സന്നാഹവും ഒരുക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ബങ്കറുകൾ ഒരുക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ റഷ്യൻ നിർമ്മിത മിസൈലുകൾ വാങ്ങുന്നു, കൂടുതൽ യുദ്ധോപകരണങ്ങൾ നമ്മൾ സമാഹരിക്കുന്നു. ഡോക്ടർ ഫസൽ ഗഫൂർ, ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരും. ഡോക്ടർ ഫസൽ ഗഫൂർ, നമ്മളൊരു വലിയ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണോ? അതിർത്തിയിലെ പടനീക്കം കണ്ടിട്ട്, പടക്കോപ്പുകളുടെ വിന്യാസം കണ്ടിട്ട് അതാണെന്ന് തോന്നുന്നു. ഇപ്പോൾ റഷ്യൻ നിർമ്മിതമായിട്ടുള്ള ഇഗ്ലായിസ് മിസൈലുകൾ, സർഫസ് ടു എയർ മിസൈലുകൾ നമ്മൾ വാങ്ങുന്നു. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട പർച്ചേസാണ്. കാരണം ഏത് തരത്തിലുള്ള നീക്കവും, അത് ഡ്രോൺ വഴിയുള്ള നീക്കമാണെങ്കിലും ശരി, ഹെലികോപ്റ്റർ വഴിയുള്ള നീക്കമാണെങ്കിലും ശരി, അതിർത്തിയിൽ നിന്ന് ഷോർട്ട് റേഞ്ചിൽ നമുക്ക് തൊടുത്തുവിടാൻ കഴിയും. ഇപ്പോൾ ആഗ്ര ആസ്ഥാനമായ DRDOയുടെ ഏജൻസി വികസിപ്പിച്ചെടുത്തിരിക്കുന്ന എയർ സ്ട്രിപ്പിൻ്റെ എയർഷിപ്പ് പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തത് വലിയ നേട്ടമാണ്. നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത കാര്യമാണ്. പാകിസ്ഥാനിൽ ഒരു ഇല ഇറങ്ങിയാൽ നമുക്കറിയാൻ കഴിയുന്ന രീതിയിൽ സർവൈലൻസ് സിസ്റ്റം നമ്മൾ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പൂർണ്ണസജ്ജമായ ഒരു വലിയ തിരിച്ചടിക്കുള്ള ഒരുക്കമാണെന്നാണോ അങ്ങ് മനസ്സിലാക്കുന്നത്? അതേസമയം ഒരു ഭാഗത്ത് ഇൻ്റലിജൻസ് വീഴ്ചയുണ്ട് എന്ന റിപ്പോർട്ടുകളുമുണ്ട്. ഡോക്ടർ ഫസൽ ഗഫൂർ, ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പം ഡോക്ടർ ജോസഫ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇന്നത്തെ കാലത്ത് ഒരു നമ്മൾ ഒരു വാർ, ഔട്ട്റൈറ്റ് വാർ നടത്തിയിട്ട് അപ്പുറത്തുള്ള ജനങ്ങളെ കൂടെ ആ വാറിൻ്റെ ഭാഗമാക്കി വരുമ്പോൾ ഇറ്റ് വിൽ ടേൺ ഇൻ ടു എ വാർ ഓഫ് അട്രീഷൻ. അത് പെട്ടെന്നൊന്നും തീരില്ല. ഞാൻ ഉദാഹരണം പറയാം. ഇപ്പോൾ ഗാസ യുദ്ധം, യുക്രൈൻ, ഇപ്പോൾ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള യുക്രൈൻ യുദ്ധം, പണ്ട് കാലത്ത് നടന്നിട്ടുള്ള വിയറ്റ്നാം യുദ്ധം, ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ സുപ്പീരിയർ ഫോഴ്സസ് ആണ്. US എത്ര സുപ്പീരിയർ ആണെന്ന് ആലോചിക്കണം വിയറ്റ്നാമിനെതിരായിട്ട്. അപ്പോൾ രണ്ട് ഭാഗത്തുമുള്ള ദർ വിൽ ബി കൊളാറ്ററൽ ഡാമേജ്, രണ്ട് ഭാഗത്തും പരിക്കുപറ്റും. അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ പറയുന്ന മിലിറ്ററി ടേംസിൽ നമ്മൾ പറയുന്നത് മ്യൂച്വലി അഷ്യോർഡ് ഡിസ്ട്രക്ഷൻ. അപ്പോൾ അത്തരത്തിലുള്ളൊരു, കാരണം ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സിറ്റീസാണ് രണ്ട് വശത്തും കിടക്കുന്നത്.
2 വർഷം അപ്പുറത്ത് ലാഹോർ ഉണ്ടെങ്കിൽ ഇപ്പുറത്ത് അമൃത്സർ ഉണ്ട്. ഡൽഹി അവരുടെ മിസൈൽ ഇതിന് റീച്ചിൽപ്പെട്ടതാണ്. നമ്മുടെ മിസൈലുകൾ അതിനെക്കാട്ടും ഏറ്റവും ദൂരം പോകണം. പക്ഷേ അത് പാകിസ്ഥാനിൽ പോകേണ്ട ആവശ്യമില്ല, കാരണം അത്ര ദൂരമില്ലല്ലോ പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ റാവൽപിണ്ടിയൊക്കെ നമുക്ക് തകർക്കാൻ പറ്റും. പക്ഷേ അങ്ങനത്തെ ഒരു വാർ പോകുമ്പോൾ വലിയൊരു പ്രശ്നമുണ്ട്. നമുക്കറിയാം ഇൻ്റർനാഷണലായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ടുണ്ട്. ഇവിടെ നമ്മുടെ ഇപ്പോൾ അവരുടെ ഭാഗത്ത് ചൈന വളരെ ശക്തമായിട്ട് നിൽക്കുന്നുണ്ട്. റഷ്യ ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് ന്യൂട്രലായിട്ട് നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. അതൊന്നും കാര്യമില്ല. അപ്പോൾ എൻ്റെ പോയിൻ്റിലുള്ള ഒരു ഔട്ട്റൈറ്റ് വാറിലോട്ട് പോവുകയാണെങ്കിൽ ഇറ്റ് ലീഡ് ടു സിവിയർ മിസറി ആൻഡ് ഡാമേജ് ടു ബോത്ത് ദ നേഷൻസ്. അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്, ഒരു തർക്കവുമില്ല. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു വാർ നടത്തണം. ഇത് നമ്മൾ ഇസ്രായേലിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടതാണ്. ഇസ്രായേൽ എപ്പോഴും സ്ട്രാറ്റജിക് വാർ നടത്താറുള്ളൂ. ഇപ്പോൾ ലെബണനിൽ നടത്തിയിട്ടുള്ള വാർ, അല്ലെങ്കിൽ അടുത്തടുത്ത് കിടക്കുന്നതിനെക്കൊണ്ടാണ് അവർക്ക് ഇതുമാതിരി ചെയ്യാൻ പറ്റുന്നത്, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഗോളൻ ഹൈറ്റ്സ് പിടിച്ചെടുത്തത്, അതുമാതിരിയുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇപ്പോൾ മിലിറ്ററി എക്സ്പേർട്സ് ഇവിടെ ഇരിക്കുമ്പോഴും ഡിപ്ലോമാറ്റിക് എക്സ്പേർട്സ് ഇരിക്കുമ്പോഴും ഞാൻ കയറിയിട്ട് പറയണത് ശരിയില്ല. പക്ഷേ എൻ്റെ ഒരു ചെറിയൊരു ബോധം, ഞാനിത് പറയാനുള്ള കാരണം ഞാൻ അവിടെ പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്. അത് നിങ്ങൾക്ക് അറിയില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ്. കാശ്മീരിൽ പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്. അതിൻ്റെ കംപ്ലീറ്റ് അതിൻ്റെ ചരിത്രവും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് നല്ലോണം അറിയാം. ഏറ്റവും ചുരുങ്ങിയ ഒബ്ജക്റ്റീവ് എന്തായിരിക്കണം എന്ന് വെച്ചാൽ മുസഫർബാദാണ്, മനസ്സിലായില്ലേ? കാരണം പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിൻ്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ദി നിയറസ്റ്റ് കാശ്മീരി സിറ്റി, നമ്മുടെ കാശ്മീർ സിറ്റി സോപ്പൂറിൽ നിന്ന് 80 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു മിനിമൽ ടാർഗറ്റിങ്ങിലും നമുക്ക് വേണം. പഴയ ബംഗ്ലാദേശുമാതിരി നടക്കില്ല, കാരണം ബംഗ്ലാദേശിലെ കാലഘട്ടം വേറെ. ബംഗ്ലാദേശ് അന്ന് പ്ലെയിനാണ്, മനസ്സിലായില്ല, അല്ല ഇതുമാതിരി മൗണ്ടൻ. ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പാക് ഓക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാശ്മീർ മാതിരിയല്ല. നമ്മുടെ കാശ്മീർ ഒരു വാലിയാണ്, ഒരു ഫെർട്ടൈൽ ഏരിയയാണ്. അതേസമയം പാക് ഓക്യുപ്പൈഡ് കാശ്മീറും ഈ ഗിൽഗിറ്റ് ബലൂചിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞെങ്കിൽ വളരെ ഹില്ലി ആയിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ അത് കോങ്കർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരു ടാർഗറ്റ് ഞാൻ പറഞ്ഞു, മുസഫർബാദ് മാതിരിയുള്ള അതിൻ്റെ ക്യാപിറ്റൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുക. അതാണെങ്കിലും വേറെ കാര്യമുണ്ട്, അവിടുത്തെ ആൾക്കാർ അത്ര സംതൃപ്തരൊന്നുമല്ല. കാരണം വെച്ചാൽ അവിടെ ഒരു ജനാധിപത്യവും നടപ്പാക്കുന്നില്ല. ഇറ്റ് ഈസ് ഡയറക്ട്ലി അഡ്മിനിസ്ട്രേഡ് ബൈ പാകിസ്ഥാൻ വിത്ത് എ ലോക്കൽ നമ്മളൊരു മുനിസിപ്പൽ ഗവൺമെൻറ്, പലസ്തീനുള്ള മാതിരി ഒരു മുനിസിപ്പൽ ഗവൺമെൻറ് ഉള്ള മാതിരി നമ്മുടെ മാതിരിയുള്ള സഹിഷ്ണുതയൊന്നും അവിടെ ഇല്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മിനിമലായിട്ടുള്ള ഒരു പരിപാടിക്ക് നമുക്കിതിൽ നിൽക്കാൻ പറ്റുള്ളൂ. അതും ഇറ്റ് ഹാസ് ടു ബി ക്വിക്ക്. ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ചിലപ്പോൾ ഇവരൊന്നും യോജിച്ചില്ല, ടാക്ടിക് ഞങ്ങൾ കുറേ കാലമായിട്ട് ഇതിന്. പക്ഷേ നമ്മുടെ ഡോക്ടർ ജോസഫ് പറഞ്ഞ മാതിരി ഇപ്പോൾ ഒരു 12 ഡേ ലിമിറ്റാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പോട്ടെ, ഇനിയും കുറച്ച് ആഴ്ച, 1-2 ആഴ്ച കൊടുക്കുക. പക്ഷേ അതിലധികം നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ വലിയ ഇടപെടലുകൾ വന്നു തുടങ്ങും. USA ഭാഗത്തുനിന്ന്, റഷ്യയുടെ ഭാഗത്തുനിന്ന് ഒക്കെ. ഇപ്പോൾ ഈ റഷ്യയൊക്കെ മാറിയിട്ടുണ്ട്. റഷ്യ ഏകദേശം 4-5 കൊല്ലങ്ങൾക്ക് മുമ്പ് അത്രയും കാലം ഇന്ത്യയായിട്ട് മാത്രം ബന്ധമുണ്ടായിരുന്ന റഷ്യ പാകിസ്ഥാനുമായിട്ട് ഇപ്പോൾ ഒരു ഡിഫൻസ് ട്രീറ്റിയിൽ 2020 ഇടയിലെ സമയത്ത് അവർ എൻ്റർ ചെയ്യും. അവരിപ്പോൾ ടാങ്കുകളൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട് അവർക്ക്, ഹെലികോപ്റ്ററുകളൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട് അവർക്ക്. അപ്പോൾ ചൈനക്ക് ഇപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് മെയിനായിട്ട് ചൈനയും റഷ്യയാണ്. അപ്പോൾ ആ നിലക്ക് ഒരു എന്താ പറയുക, നമ്മൾ പറയില്ല, ഒരു പ്രൊലോങ്ഡ് ആയിട്ട് ഒരു വാറിന് പകരമായിട്ട് പ്രിസിഷൻ സ്ട്രൈക്ക് എന്നുള്ള സംഭവമാണ് നമ്മൾ നടത്തുന്നത്. ഞാൻ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ ബംഗ്ലാദേശ് വിജയിച്ചത് എങ്ങനെയാണ്? നമ്മൾ ഡാക്ക അങ്ങോട്ട് വളഞ്ഞു കളഞ്ഞു. കൺട്രി സൈഡ് മുഴുവൻ നമ്മൾ വിട്ടുകളഞ്ഞു. ദാറ്റ് വാസ് എ സ്ട്രാറ്റജി. ദാറ്റ് ഇസ് കോൾഡ് ഫ്ലോയിങ് വാട്ടർ സ്ട്രാറ്റജി എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ ഡിഫൻസ് വിദഗ്ധൻ എന്നെക്കാട്ടും എത്രയോ പരിചയവും കാര്യങ്ങളുള്ള, അപ്പം നമ്മൾ വായിച്ചും കേട്ടും കണ്ടുള്ള പരിചയങ്ങളാണ് പറയുന്നത്. നമ്മുടെ ഒരു വികാരം കൂടെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ആ നിലക്ക് ഇനി അധികം വൈകിക്കാൻ പാടില്ല. ഇത് ആദ്യം വൈകിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ജനങ്ങളും ചോദിച്ചില്ല, എല്ലാ ജനങ്ങളും ചോദിക്കുന്നത്, നമ്മൾ എവിടെ നോക്കിയിട്ടുണ്ടെങ്കിലും ജനങ്ങളുടെ വികാരം എന്താണ്? വൈ ആർ വി നോട്ട് സ്ട്രൈക്കിംഗ് എന്നുള്ളതാണ്. അതിൻ്റെ ഇടയിൽ പാകിസ്ഥാൻ എന്ന് കൊണ്ടുപോയിട്ട് അവരുടെ ഒരു മിസൈൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത് അബ്ദാലി. അവരിപ്പോൾ ഈ മിസൈലുകളുടെ തന്നെ പേര് വളരെ രസകരമായിട്ട് ഇട്ടിരിക്കുന്നത്. ഇന്ത്യയെ ആക്രമിച്ച ആൾക്കാരുടെ പേരുകളാണ് അവരിട്ടിരിക്കുന്നത്. ഒന്ന് നോട്ട് ചെയ്യണം. അവരുടെ മിസൈലിൻ്റെ പേര് ഗോരി, അടുത്ത മിസൈലിൻ്റെ പേര് ഗസ്നി, മൂന്നാമത്തെ മിസൈൽ അഹമ്മദ് ഷാ അബ്ദാലി, മനസ്സിലായില്ലേ? അദ്ദേഹത്തിൻ്റെ പേരിലാണ്. അപ്പം മിസൈൽ വരെ അവരിട്ടിരിക്കുന്നത് ഇന്ത്യയെ പ്രകോപിക്കുന്ന തരത്തിലാണ്. അപ്പോൾ അത്തരത്തിൽ പാകിസ്ഥാനുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിന് നമ്മൾ പെട്ടെന്നൊരു സ്ട്രൈക്ക് നടത്തിയിട്ട് പിന്നെ പെട്ടെന്ന് ഒരു തീർപ്പിലോട്ട് പോകുന്ന ഒരു ശൈലിയുണ്ട്, മനസ്സിലായില്ലേ? പെട്ടെന്ന് ഡിറ്റൻഡേ വരെയാണ്, മനസ്സിലായി? അപ്പോൾ ഡിറ്ററൻ സ്ട്രൈക്ക് എന്നാണല്ലോ നമ്മളിതിനെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രൈക്കും നടത്താതിരിക്കുകയും ഇൻഡസ് വാട്ടറിൻ്റെ കാര്യം പറയുകയോ അല്ലെങ്കിൽ പാക് സ്പേസ്, അതിലൊക്കെ തന്നെ ഇപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും തുടങ്ങിയിട്ടുണ്ട്. അത് അപ്പുറത്തും ഇപ്പുറത്തും പരിക്കുപറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ എയർ സ്പേസ് ജാം ചെയ്ത് കളഞ്ഞ് പാകിസ്ഥാൻ്റെ. പക്ഷേ അതിന് പാകിസ്ഥാന് പ്ലെയിനൊന്നും ഇല്ലെന്നേ. നമുക്ക് ഇനി ഡോക്ടർ മോഹനപിള്ളയിലേക്ക് പോകാം. ഡോക്ടർ മോഹനപിള്ള, താങ്കളൊരു പ്രതിരോധ വിദഗ്ധൻ കൂടിയായതുകൊണ്ട് നമ്മൾ ഇത്രയും അധികം സമയമെടുക്കുന്നത് ഗ്രൗണ്ടിൽ നമ്മൾ പൂർണ്ണമായും സജ്ജമായി, വേണ്ടി വന്നാൽ അതൊരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് നീണ്ടാൽ പോലും
അത് കുറച്ച് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധമാണെങ്കിൽ പോലും അത് നേരിടാനുള്ള ഹോംവർക്ക് ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ ആ സർജിക്കൽ സ്ട്രൈക്കിൽ അല്ലെങ്കിൽ പ്രിസിഷൻ ടാർജറ്റഡ് അസാസിനേഷനിലേക്ക് നമ്മൾ പോകുന്നുള്ളൂ എന്ന് വേണമോ മനസ്സിലാക്കാൻ? നിലവിൽ ഇതുവരെയുള്ള മിലിറ്ററി തയ്യാറെടുപ്പുകളെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്, ഡോക്ടർ മോഹനൻ പിള്ള? അരുൺ, തീർച്ചയായിട്ടും അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പുള്ള കാര്യങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ സംഭവം നടന്നതിന് ശേഷം 13 ദിവസം കഴിഞ്ഞാണ് സാധാരണഗതിയിൽ നമ്മൾ തിരിച്ചടി നടത്തിയിട്ടുള്ളത്. അത് ഇമ്മീഡിയറ്റായിട്ട് ഇന്ന് വരെ നടത്തിയിട്ടില്ല. എൻ്റെ കാരണം വടക്കേ ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ രീതി അനുസരിച്ച് തേരവി എന്നൊരു സംഭവമുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ 16 അടിയന്തരം. ഇന്ന് ആ 13ാമത്തെ ദിവസമാണ്. അത് കഴിഞ്ഞ് ഏത് ദിവസം വേണമെങ്കിലും ഇനിയിപ്പോൾ സംഭവം നടക്കും എന്നുള്ളതാണ്. ഞാൻ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള അറ്റാക്കുകൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആ രീതിയിലാണ് ഈ ഡേറ്റ്സ് എടുക്കേണ്ടത്. അപ്പം തയ്യാറെടുപ്പുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു നല്ല രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ തന്നെയാണ് നമ്മൾ ഇത് നടന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനിടയ്ക്ക് അരുണ് ചോദിച്ചു എന്തുകൊണ്ട് നമുക്കൊരു എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ വേർ ദീസ് ടെററിസ്റ്റ് എവിടെയാണ് എന്താണ് എന്നുള്ളത്. അത് ആദ്യം മുതൽ തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. കാര്യം ഇത് ലോക്കൽ സപ്പോർട്ട്. ആദ്യം ഈ ഇമ്മീഡിയറ്റായിട്ട് ഈ പഹൽഗാം അറ്റാക്ക് കഴിഞ്ഞ ഉടനെ എവരിബഡി കെയിം ടു ദ മീഡിയ ആൻഡ് സേയിങ് ദാറ്റ് നമുക്ക് എൻ്റെ ജമ്മു ആൻഡ് കാശ്മീരിലെ എല്ലാ ആൾക്കാരെല്ലാം നമ്മുടെ കൂടെയാണ്, എല്ലാ ലോക്കൽ സപ്പോർട്ട് അങ്ങനെയില്ല, അവർ ഇന്ത്യക്ക് ജയ് വിളിക്കുന്നു, ഇതാണ് ഒന്നുമില്ല. നത്തിങ് എൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് എൽസ്. ഈ ലോക്കൽ സപ്പോർട്ട് ഇപ്പോഴും ടെററിസ്റ്റിൻ്റെ കൂടെ തന്നെയാണ്. അവിടെ ടെററിസ്റ്റിൻ്റെ ലോക്കൽ സപ്പോർട്ട് ഇല്ലാതെ അവർക്ക് രക്ഷപ്പെടാനൊരു വഴിയുമില്ല. പിന്നെ എന്തുകൊണ്ട് ഇത് നടന്നു? അതിന് 2 പോയിന്റ് ഉണ്ട് അരുണെ. ഒന്ന്, ഈ ബേസിക്കലി ആർമിയുടെ ബേസിക് ആയിട്ടുള്ള റോൾ എന്ന് പറയുന്നത് യുദ്ധത്തിന് തയ്യാറെടുക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പിന്നെ ജമ്മു ആൻഡ് കാശ്മീരിലും അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലും നടക്കുന്ന സെക്കൻഡറി റോൾ എന്ന് പറയുന്ന CI ഓപ്പറേഷൻസ് ആണ്. നമ്മളിപ്പോൾ ചെയ്യുന്ന 2 അറ്റ് എ ടൈമാണ് ചെയ്യുന്നത്. എന്താണ്? ടെററിസ്റ്റിൻ്റെ പുറകിന് നടക്കുക അല്ലെങ്കിൽ ടെററിസ്റ്റിനെ ട്രേസ് ചെയ്യുക എന്നുള്ളത് CI ഓപ്പറേഷൻസ് ആണ്. ബേസിക്കലി ഒരു വാർ ഡിക്ലെയർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ മാതിരി വന്നപ്പോൾ, അല്ലെ ആംഡ് ഫോഴ്സസിന് സ്പെഷ്യൽ പവർ കൊടുത്തപ്പോൾ യൂണിറ്റ് കമാൻഡേഴ്സ് വളരെ ബുദ്ധിമുട്ടിലാണ്. റീസൺ ഐ ടെൽ യു, ദേ ഹാവ് ടു പ്രിപ്പയർ ദെയർ ബറ്റാലിയൻ ഫോർ വാർ. At the same time, how they can concentrate on to trace this terrorist. പിന്നെ ഒരു കാര്യം കൂടി എനിക്കുള്ള വിയോജിപ്പ് എന്തെന്ന് ചോദിച്ചാൽ, ഗവൺമെന്റ് ഹാസ് ഗിവൺ എ ഡയറക്ഷൻ സേയിങ് ദാറ്റ് ടു നാബ് ദിസ് ടെററിസ്റ്റ് അലൈവ്. എങ്ങനെ? ജീവനോടെ പിടിക്കണം. ഒരു ടെററിസ്റ്റ് വിത്ത് വെപ്പൺ തീർച്ചയായിട്ടും നമ്മൾ ഷൂട്ടഡ് സൈറ്റ് അല്ലാതെ വേറൊന്നും ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. അതാണെങ്കിൽ ഇച്ചിരി എളുപ്പമാണ്. രണ്ടാമത്, ജീവനോടെ പിടിക്കേണ്ടതിൻ്റെ കാരണവും നമുക്കറിയാം. കാരണം ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ തെളിവ് കൊടുക്കുക. എൻ്റെ അരുണെ, ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇന്നേ വരെ അഫ്ഗാനിസ്ഥാനിലെ ടെററിസ്റ്റ് ആണെങ്കിലും പാകിസ്ഥാനിലെ ടെററിസ്റ്റ് ആണെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ അവർ ഒരിക്കലും ഓണപ്പ് ചെയ്യില്ല. അവർ പറയും ഞങ്ങൾ ശ്രീനഗറിലെയാണെന്ന് ഏതെങ്കിലും ഒരു അഡ്രസ്സും പറഞ്ഞ് അങ്ങനെയാണ് ഇന്ന് വരെ നടന്നിട്ടുള്ളത്. അല്ലാതെ ഇതുവരെ ഓണപ്പ് ചെയ്തിട്ടില്ല. അപ്പം അതൊരു ഫൂളിഷ്നെസ് ആക്ട് ആയിരുന്നു. കാര്യം അവരെ ഷൂട്ടഡ് സൈറ്റ് ആയിരുന്നു വേണ്ടിയിരുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ജീവനോടെ പിടിച്ചാൽ പോലും ഈ ടെററിസ്റ്റുകൾ അവരൊരിക്കലും പറയില്ല. അതായത് എന്തിന് ഈ കാർഗിലും അത് കഴിഞ്ഞതിന് ശേഷമുള്ള ഇൻട്രൂഷനിൽ പോലും അവർ ഒരൊറ്റ ആൾക്ക് പോലും അവരുടെ ഓണപ്പ് ചെയ്തിട്ടില്ല. ഈ ടെററിസ്റ്റ് അവരത് അംഗീകരിക്കത്തില്ല. അതാണല്ലോ അവർ ഒരു മഴ മുന്നേ എറിഞ്ഞിട്ട് പറഞ്ഞ ഒരു ഇന്റർനാഷണൽ ഏജൻസിയെ കൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി വായിക്കണം. കൂട്ടി വായിച്ചു കഴിയുമ്പോൾ നമുക്കത് കാര്യങ്ങൾ മനസ്സിലായും വളരെ വ്യക്തമായിട്ട് വരും. ഇനി തയ്യാറെടുപ്പിൽ വരും. തയ്യാറെടുപ്പ് ഓഫ് കോഴ്സ് ദർ ഇസ് നോ ഡൗട്ട് ഇൻ ടു ഇറ്റ്. കാര്യം പ്രൊപഗണ്ട വാർ വളരെ 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 ഹൈ പിച്ചിലാണ് ഇപ്പോൾ ഉള്ളത്. റിയാലിറ്റി അതല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ എന്തെല്ലാമാണ് പ്രൊപഗണ്ട വാർ വരുന്നത്. വാട്ട് ഹാപ്പൻഡ് യെസ്റ്റർഡേയിൽ വന്ന് എന്താണ് ശ്രീലങ്കയിലോട്ട് നുഴഞ്ഞു കയറി, അല്ലെങ്കിൽ ചെന്നൈയിൽ നിന്ന് ശ്രീലങ്കയിലോട്ട് പോയി എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഒരു എന്താണ് അതിൻ്റെ എയിം എന്താണ്? കാര്യം പണ്ടൊരു റൂട്ട് ഉണ്ടായിരുന്നു. കാര്യം ടെററിസ്റ്റിന്റെ മെയിൻ റൂട്ട് എന്ന് പറയുന്നത് ശ്രീലങ്കയിൽ നിന്ന് ധാക്കയിലോട്ടുള്ള റൂട്ടായിരുന്നു. അതുകൊണ്ടാണ് അവരതങ്ങനെ പറയുന്നത്. രണ്ടാമത്, ഒരു ശ്രീലങ്ക എല്ലായ്പ്പോഴും ടെററിസ്റ്റിന് ഷെൽട്ടർ കൊടുക്കുന്നു എന്നുള്ള ഒരു രീതി വരുത്തി തീർക്കുവാനായിട്ട് ചെയ്ത ഒരു പ്രൊപഗണ്ട വാറാണ്. അതുപോലെയാണ് വരുന്നത്. ചൈന ഡയറക്റ്റ് അങ്ങ് അറ്റാക്ക് ചെയ്യുവാണ്, മൊബിലൈസ് ചെയ്തു. ഒന്നുമില്ല. ഐ ടെൽ യു, ഫൈനലി ഇഫ് എനിത്തിങ് ഹാപ്പൻസ് ഇറ്റ് ഈസ് ബിറ്റ്വീൻ ടെററിസ്ഥാൻ ആൻഡ് ഇന്ത്യ, നത്തിങ് എൽസ്. Rest all are outsiders. They will only do the mediation. When the attack is on, that time they will say, please stop this attack. Please stop these atrocities. That is what is going to happen. അല്ലാതെ ഒരു രാജ്യം പോലും ഡയറക്റ്റ് ഇന്റർഫിയർ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യരുത് എന്ന് പറയുക എന്നുള്ളതല്ലാതെ ആരും ഡയറക്റ്റായിട്ട് ചെയ്യില്ല. പഴയ എഗ്രിമെന്റുകൾ വെച്ച് അവർക്ക് വെപ്പൺ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും.
നമുക്ക് എഗ്രിമെന്റ് ഉള്ളതനുസരിച്ച് ഏതൊക്കെ രാജ്യങ്ങളാണോ അവർ വെപ്പൺ സപ്ലൈ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ടെററിസ്ഥാനുമായിട്ട് ഏതൊക്കെ രാജ്യങ്ങൾ വെപ്പൺ സപ്ലൈ ഉണ്ടോ അവർക്കും കിട്ടും. നമുക്കിവിടെ ഇരുന്ന് ആവേശം കൊള്ളാമെന്നുള്ളതല്ലാതെ. പിന്നെ നടത്താൻ പോകുന്ന രണ്ടുപേരും ന്യൂക്ലിയർ അവസാന സ്റ്റേജാണ് ഈ ന്യൂക്ലിയർ എടുത്തിട്ടാണ് ആദ്യം തന്നെ അവർ പറയുന്നത്. അത്രയ്ക്കും ഭയപ്പാടോടെയാണ്. അതായത് ഇന്ത്യ ഒരു കാരണവശാലും യുദ്ധത്തിന് മുന്നോട്ട് വരരുത് എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടെ ആദ്യം തന്നെ അവരെറിഞ്ഞു ഞങ്ങൾ ന്യൂക്ലിയർ ഹെഡ് ഉണ്ട്, ഇറ്റ് വിൽ ബി എ ന്യൂക്ലിയർ വാർ. അത് ഏഷ്യയിൽ ഒരു ന്യൂക്ലിയർ ഫ്ലാഷ് ഒരു ഇത് ഉണ്ടാവാതിരിക്കാനായിട്ട് ലോകരാജ്യങ്ങൾ ശ്രദ്ധിക്കും എന്നുള്ളത് അവർക്ക് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് അവർ ആ പോയിന്റ് ആദ്യം എടുത്തത്. അവർ എല്ലാം തയ്യാറെടുത്ത് നിൽക്കുന്നു യുദ്ധത്തിന്. അവർ ദേ ഡോണ്ട് വാണ്ട് എ ഫൈറ്റ്, ബട്ട് അവർ ആ ഒരു രീതിയിലോട്ടാണ് വന്നിരിക്കുന്നത്. റീസൺ ഐ ടെൽ യു, ബിക്കോസ് ഈ ജിഹാദി ജനറൽ ഓഫ് പാകിസ്ഥാൻ, ഈ ജിഹാദി ജനറലിന്റെ പോയിന്റ് ആണ് ഇതെല്ലാം. ഇത് ആദ്യം മുതൽ തന്നെ നോക്കണം ഡോക്ടർ അരുൺ. അതായത് ബാലാക്കോട്ട് ആണെങ്കിലും അതിനു മുമ്പുള്ള ഇവിടെ നടന്നിട്ടുള്ള തിരിച്ചടിയാണ് ബാലാക്കോട്ട്. ഇതിനു മുമ്പുള്ള ഇവിടെ നടന്നിട്ടുള്ള എല്ലാവിധ അറ്റാക്കുകളും മേജർ സ്ട്രൈക്കുകളും നടക്കുന്ന സമയത്ത് ഈ ജിഹാദി ജനറൽ ആയിരുന്നു ISIയുടെ ഹെഡ് പാകിസ്ഥാനിൽ. അതിനുശേഷം ഇപ്പോൾ ജയിലിലുള്ള ഇമ്രാൻഖാൻ ഈ ജിഹാദിയെ ജനറലാക്കി. അതിനുശേഷം ജിഹാദി ജനറൽ ആയപ്പോഴേക്കും തനി രൂപം പുറത്തു വന്നു. ഈ ഇമ്രാൻഖാന്റെ വൈഫിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ പുറത്തു കൊണ്ടുവന്നു. അപ്പോൾ അതുകൂടാതെ തന്നെ ജനറലായപ്പോൾ ഇമ്രാൻഖാനെ തന്നെ ജയിലിലാക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു ആംഗിളിലാണ് കാര്യങ്ങളുടെ പോക്ക്. പക്ഷേ ഇവിടെ വാർ ഈസ് ഇന്നെവിറ്റബിൾ. നമുക്ക് ചെയ്തേ പറ്റൂ. അപ്പോഴാണ് അരുൺ പറഞ്ഞ പോലെ പ്രിസിഷൻ ടാർഗറ്റ് ഇതെന്നൊക്കെ പറഞ്ഞത്. ഞാൻ ആ പ്രിസിഷൻ ടാർഗറ്റിൽ ഒന്നും ഇത് വിശ്വസിക്കുന്നില്ല. They will go for inhuman way. They will attack Jammu because they are not going to attack even Srinagar. പക്ഷേ അപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു പ്രശ്നമുള്ളത്, നമ്മൾ അന്തർദേശീയ സമൂഹത്തിന് മുന്നിൽ ഈ കാര്യം തെളിവ് സഹിതം പറഞ്ഞു എന്നൊക്കെ പറയുമ്പോഴും ഐക്യരാഷ്ട്ര സംഘടനയിൽ നിന്ന് പോലും അപലപിച്ചിരിക്കുന്നത് ദുർബലമായ ഭാഷയിലാണ്. മാത്രമല്ല അമേരിക്ക രണ്ടു രാജ്യങ്ങളോടും റീസ്ട്രെയിൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമേരിക്ക പോലും. റഷ്യയും അതേ സ്വരത്തിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ചൈനയാണെങ്കിൽ പാകിസ്ഥാന്റെ ആവശ്യത്തെ പിന്തുണയ്ക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അന്തർദേശീയ സമൂഹത്തിന് മുന്നിൽ ഇത് പൂർണ്ണമായും പാകിസ്ഥാൻ മിലിറ്ററിയുടെ ഓപ്പറേഷനാണെന്ന് തെളിവ് സഹിതം ബോധ്യപ്പെടുത്താതെ നമ്മളൊരു ഓൾ ഔട്ട് വാറിലേക്ക് പോകുന്നത് ശരിയായിരിക്കുമോ? ഓൾ ഔട്ട് വാർ വി ആർ നോട്ട് ഗോയിങ് ടു ഡു. ഓൾ ഔട്ട് വാർ പറ്റില്ല. ഒരു പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, ഇത് ഒരു പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, സപ്പോസ് വി ആർ എയിമിംഗ് ഫോർ വാട്ട്? വി ആർ എയിമിംഗ് ടു എലിമിനേറ്റ് ദ ടെററിസ്റ്റ് എന്നുള്ളതാണ് നമ്മുടെ പ്രൈമറി ടാർഗറ്റ്. അതിന് മേ ബി ലാഹോറിൽ ഈവൻ ലഷ്കർ-ഇ-തോയ്ബയുടെ ഹെഡ് ക്വാർട്ടർ വേണമെങ്കിൽ ടാർഗറ്റ് ചെയ്യാം. പക്ഷേ ഇതിനകത്ത് വന്നിരിക്കുന്ന പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, ഒരു പ്രാവശ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെയർ ടു എൻഡ്? നമ്മൾ ടെററിസ്ഥാൻ എയിം ചെയ്യുന്ന ഇതാണ്, മാക്സിമം കാഷ്വാലിറ്റി ഇനിഷ്യൽ ഫ്യൂ ഡേയ്സിൽ. അതാണ് അവരുടെ യുദ്ധതന്ത്രം. ഇനിഷ്യൽ ഫ്യൂ ഡേയ്സിൽ ഹൂ വിൽ ടേക്ക് ദ ലീഡ്? ഇനിഷ്യൽ ഫ്യൂ ഡേയ്സിൽ മാക്സിമം കാഷ്വാലിറ്റി കൊടുക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ വി വിൽ ഓൾസോ ട്രൈ 10 times more than that. അത് ചെയ്തതുകൊണ്ട് ഒരു വാർ അല്ലെങ്കിൽ ടാർഗറ്റ് പ്രിസിഷൻ നടന്ന് ഒരു അറ്റാക്ക് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ വരാൻ പോകുന്നത് ഇന്റർനാഷണൽ പ്രഷർ വരും. രണ്ട് ചോദ്യങ്ങൾക്കാണ് ഞാൻ അങ്ങയിൽ നിന്ന് ഉത്തരം തേടുന്നത്. ഒന്ന്, നിലവിൽ അതിർത്തിയിൽ യുദ്ധസമാനമായൊരു സാഹചര്യമുണ്ട്. അതിർത്തിയിലും ഒപ്പം തന്നെ കരസേനയുടെ കാര്യത്തിലാണെങ്കിലും നാവികസേനയുടെ കാര്യത്തിലാണെങ്കിലും വ്യോമസേനയുടെ കാര്യത്തിലാണെങ്കിലും തയ്യാറെടുപ്പുകളൊക്കെ സുസജ്ജമായി തന്നെ തുടരുന്നു. പക്ഷെ അപ്പോഴും രണ്ട് ചോദ്യങ്ങളാണ് ബാക്കി. ആ ചോദ്യങ്ങളിൽ ഒന്ന്, പാകിസ്ഥാൻ ആർമിയുമായി നേരിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ലിങ്ക് നമുക്ക് അന്തർദേശീയ സമൂഹത്തിന് മുന്നിൽ നമുക്ക് പറയാൻ കഴിയും. ലഷ്കർ-ഇ-തോയ്ബ, ദ റെസിസ്റ്റൻസ് ഫ്രണ്ട്, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കണക്ഷൻസ് ഉണ്ടെന്ന് പറയാമെന്നല്ലാതെ ആധികാരികമായി പാകിസ്ഥാൻ എന്ന രാജ്യത്തെ ആക്രമിക്കുന്നതിനൊരു തെളിവ് നമ്മൾ കൊടുക്കേണ്ടതുണ്ടോ? നമ്പർ 1. നമ്പർ 2, നമ്മൾ പ്രിസിഷൻ അഥവാ സർജിക്കൽ സ്ട്രൈക്കിനാണ് ഒരുങ്ങുന്നതെങ്കിൽ 2016-ലെയും 2019-ലെയും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പാകിസ്ഥാൻ ബെറ്റർ പ്രിപ്പയർഡ് ആയിരിക്കില്ലേ നമ്മളുടെ ഏത് സർജിക്കൽ സ്ട്രൈക്കിനെയും നേരിടാൻ? കേണൽ ഡിന്നി. ഡോക്ടർ അരുൺ, ഫസ്റ്റ് ചോദ്യത്തിന്റെ ഉത്തരം, അതായത് നമ്മൾ ഈ ഒരു ഇന്റർനാഷണൽ ലെവലിൽ നമ്മളൊരു പ്രൂഫ് കൊടുത്തിട്ട് അതിന്റെ ആവശ്യമുണ്ടോ എന്നാണ് ഐ തിങ്ക് ഡോക്ടർ അരുൺ ചോദിക്കുന്നത്. അപ്പൊ അത് ഒരു ഐ ഡോണ്ട് തിങ്ക് അതിന്റെ ആവശ്യമുണ്ട് ഡോക്ടർ അരുൺ. കാരണം ഇന്ന് ലോകത്തെല്ലാവർക്കും അറിയാം പാകിസ്ഥാനാണ് എപ്പി സെന്റർ ഓഫ് ടെററിസം എന്നുള്ളത്. ഒസാമ ബിൻ ലാദൻ കിട്ടിയത് എവിടെ നിന്നായിരുന്നു? പാകിസ്ഥാനിൽ. അതും ഫ്രം മീറ്റേഴ്സ് അവേ ഫ്രം പാകിസ്ഥാൻ മിലിറ്ററി അക്കാഡമി. സോ ഇന്ന് പാകിസ്ഥാനെ സംബന്ധിച്ചോളം നമ്മൾ ഒരു കാര്യം പറയുകയാണ് അവിടെ നിന്നാണ് വന്നതെന്നുള്ളത്. ഇത് ജസ്റ്റ് ഒരു എന്താ പറയുക, അതിനെ അണ്ടർലൈൻ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ പുഷ് ചെയ്യേണ്ട യാതൊരു കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇറ്റ്സ് എൻ ഓപ്പൺ സീക്രട്ട്. രണ്ടാമതായിട്ടുള്ള കാര്യം, നമ്മൾ ഈ ഇന്റർനാഷണൽ പ്രഷർ
അല്ലെങ്കിൽ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി എന്ത് പറയുന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അത്ര വലിയൊരു ഫാക്ടർ അല്ല. ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഫോറിൻ മിനിസ്റ്റർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്, വി നീഡ് പാർട്ട്നേഴ്സ് നോട്ട് പ്രീച്ചേഴ്സ്. അതായത് നമുക്ക് പങ്കാളികളെയാണ് വേണ്ടുള്ളത്, നമ്മളെ ഈ ഉപദേശം തരേണ്ട ആളുകളെ നമ്മൾ ആവശ്യമില്ല എന്ന് വളരെ ശക്തമായിട്ടുള്ള ഒരു ഭാഷയിൽ അദ്ദേഹം പറഞ്ഞത്. സോ നമ്മൾ ഇന്ന് ഇന്ത്യയിൽ നോക്കൂ, നമ്മൾ തന്നെ ഈ ഒരു റഷ്യ യുക്രൈൻ വാറിൽ നമ്മുടെ സ്റ്റാൻഡ് എന്താണ്? നമ്മുടെ സ്റ്റാൻഡ് ദിസ് ഇസ് നോട്ട് ദ ടൈം ഫോർ വാർ എന്നാണ്. എന്ന് വെച്ചിട്ട് നമ്മൾ റഷ്യയിൽ നിന്ന് നമ്മളെ ഇൻട്രസ്റ്റിന് വേണ്ടിയുള്ള ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരുന്നോ? ഇല്ല. അപ്പൊ നമ്മുടെ പ്രശ്നം വരുമ്പോഴും US ആയാലും റഷ്യ ആയാലും അവരും അതേപോലത്തെ ഒരു സ്റ്റാൻഡേ എടുക്കത്തുള്ളൂ. പക്ഷെ അവർക്ക് എന്താണ് ചെയ്യേണ്ടത് അവർ ചെയ്യും. ഇപ്പൊ US സംബന്ധിച്ചാലും JD വാൻസ് ആയാലും ശരി, മറ്റുള്ളവരൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇന്ത്യക്ക് സ്ട്രൈക്ക് ബാക്ക് ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ചെയ്യണം, പക്ഷെ കൂടുതൽ എസ്കലേറ്റ് ആകത്തില്ല എന്നുള്ള രീതിയിൽ ചെയ്യണമെന്നുള്ളൂ. ഇതിന്റെ ഒരു നമ്മൾ 2019 ബാലക്കോട്ട് എയർ സ്ട്രൈക്ക് ചെയ്ത സമയത്തും ഇതിന്റെ ഒരു എക്സാമ്പിൾ ഉണ്ട്. നമ്മൾ എയർ സ്ട്രൈക്ക് ചെയ്ത കഴിഞ്ഞിട്ട് US പ്രഷർ പാകിസ്ഥാന്റെ ഉള്ളിലുണ്ടായിരുന്നു. നിങ്ങൾ ന്യൂക്ലിയർ ബോംബ്സോ മറ്റൊരു കാര്യവും നിങ്ങൾ ചെയ്യരുത്, നിങ്ങൾ ചെയ്യുന്നത് അത് ഞങ്ങളെ ഒരു കൺകറൻസ് അല്ല, ഞങ്ങൾ അതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുമെന്നുള്ള രീതിയിൽ വന്നപ്പോഴാണ് അന്ന് ജനറൽ ബാജ്വ അതിനെ ഡീഎസ്കലേറ്റ് ചെയ്യാൻ പോയത്. അപ്പൊ എന്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും US പ്രഷർ, റഷ്യൻ പ്രഷർ ഒക്കെ പാകിസ്ഥാന്റെ ഉള്ളിൽ വരും, ഇതിനെ കൂടുതൽ എസ്കലേറ്റ് ചെയ്യരുത് എന്നുള്ള ഒരു ലെവലിലേക്ക് വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇറ്റ് ഇസ് നോട്ട് അത്ര ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആയിട്ട് അറ്റ് ദിസ് മൊമെന്റ് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമതായിട്ട് ഡോക്ടർ അരുൺ ചോദിച്ചത് അല്ലേ, രണ്ടാമത്തെ ചോദ്യം ഡോക്ടർ അരുൺ ചോദിച്ചത്, അതായത് നമ്മൾ ഓൾറെഡി ഒരു ബാലക്കോട്ട് എയർ സ്ട്രൈക്ക് ഒക്കെ പോയി ചെയ്തപ്പോൾ ഇപ്പം അവര് ഓൾറെഡി റെഡി ആയിരിക്കുമോ എന്ന്. നാച്ചുറലി ഒരു എക്സ്പെക്ടേഷൻസ് ഉണ്ട്. ഇന്നിപ്പോ 10-12 ദിവസമായിട്ട് അവരുടെ ഒരു വാർ ഹിസ്റ്ററി അവർ നടക്കുകയാണ്. അവർ രാത്രി 2:30 മണിക്ക് പ്രസ് കോൺഫറൻസ് നടത്തുകയാണ്, 36 മണിക്കൂറിനകം ഇന്ത്യ അറ്റാക്ക് ചെയ്യുന്നത്. അത്രമാത്രം ഭയം അവിടെ ഉണ്ട്. അപ്പൊ ആ രീതിയിൽ യെസ് അവർ നോക്കി നിൽക്കുകയാണ് എവിടെയാണ് അടി വരുന്നതെന്ന് അറിയാൻ പറ്റാതെ. പക്ഷെ ടു ബി വെരി ഓണസ്റ്റ് ഡോക്ടർ അരുൺ, നമ്മളതിൽ എത്രയോ ഓപ്ഷൻസ് ഉണ്ട്. ഇന്ന് ഞാനും ഡോക്ടർ അരുണും ഈ ഇരിക്കുന്ന പാനലിസ്റ്റും അല്ലാതെ മറ്റ് സ്ട്രാറ്റജിക് ആയിട്ട് ചിന്തിക്കുന്നതിന് അപ്പുറമുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതിനകത്ത് നമുക്കിവിടെ ലിസ്റ്റ് ഔട്ട് പോലും ചെയ്യാൻ പറ്റാത്ത ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷനിൽ ഒരെണ്ണമായിരിക്കും നമ്മൾ നടത്താൻ പോകുന്നത്, 1, 2, 3 വി ഡോണ്ട് നോ. ആ രീതിയിലുള്ള ഓപ്ഷൻസ് ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. അതിനെ ഐ ഡോണ്ട് തിങ്ക് അവർ ആ രീതിയിൽ പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മൾ ഒൺലി വറി. അതുകൊണ്ടാണ് ഈ ഒരു സ്ട്രാറ്റജിക് ആയിട്ട് റിസ്ട്രെയിൻഡ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം, അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ആയിട്ട് ഈ റെസ്പോൺസ് കൊടുക്കാനുള്ള ടൈം എന്ന് പറയുന്നത്, നമ്മൾ എല്ലാ ഈ ഏത് ഓപ്ഷൻ എടുത്താലും അതിന്റെ എന്താണ് കൗണ്ടർ ആയിട്ട് വരാൻ പോകുന്നതിന്റെ കൂടെ കണക്കെടുത്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കാരണം നമ്മൾ ഒരു സ്ട്രൈക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഒരു സ്ട്രൈക്ക് വരും, അതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം അവരുടെ നിലനിൽപ്പിന്റെ കാര്യമാണ്. പക്ഷെ ആ സ്ട്രൈക്ക് വരുന്ന അതിന്റെ ഇന്റൻസിറ്റി വിൽ ഡിപ്പെൻഡ് നമ്മളെ ഫോഴ്സസ് ഇപ്പൊ എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത്. കാരണം അവർക്ക് തോന്നുകയാണ് ഇനി ഭാരതം ഒരു സ്ട്രൈക്ക് കൊടുത്തു, തിരിച്ച് അവർ സ്ട്രൈക്ക് ചെയ്യാൻ അവർ മുന്നിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഫോഴ്സസ് ഓൾറെഡി റെഡി ആണെങ്കിൽ ദേ വിൽ നോട്ട് ഡു, വലിയ രീതിയിലേക്ക് അവർ ചെയ്യത്തില്ല. കാരണം അത്രയ്ക്ക് അതിന്റെ മൾട്ടിപ്പിൾ എഫക്റ്റ് ആയിട്ട് വീണ്ടും സ്ട്രൈക്ക് കിട്ടും. അതുകൊണ്ട് ഇതെല്ലാം ഒരു ഡിറ്ററൻസിന്റെ ഭാഗമാണ്. ആ ഫോഴ്സസിന് വരാനുള്ള സമയം വേണം. അപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ ആളുകളായിട്ടുള്ള സംസാരം, അതിന്റെ എല്ലാത്തിനും സമയം വേണം. അപ്പൊ അതുകൊണ്ടുള്ള ഒരു ഇഷ്യൂ ആണ്. ടൈം ഈസ് ജസ്റ്റ് നോട്ട് എ പ്രോബ്ലം. നമ്മൾ എന്നല്ലേ 10 ദിവസമായാലും 20 ദിവസമായാലും 1 മാസമായാലും ഒരു പ്രശ്നമല്ല. ഇറ്റ് ഈസ് കോൾഡ് അനാലിസിസിന്റെ ബേസിസ്, ഒരു കാലിബ്രേറ്റഡ്, കോർഡിനേറ്റഡ് ആൻഡ് എന്താ പറയുക, കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആണ് നമ്മൾ നോക്കുന്നത്, അല്ലാതെ ജസ്റ്റ് ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ആക്ഷൻ അല്ല. എല്ലാം കണക്ക് കൂട്ടിയുള്ള, യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള, ഏറ്റവും കുറഞ്ഞ ഡാമേജ് മാത്രം ഇപ്പുറത്ത് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള, എന്നാൽ പൂർണ്ണമായും വലിയ കാഷ്വാലിറ്റി മറുഭാഗത്ത് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു അറ്റാക്കിനാണ് ഇന്ത്യ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിർത്തിയിൽ എല്ലാ പഴുതുകളും അടച്ച് സജ്ജമാവുകയാണ് നമ്മളുടെ എല്ലാ സേനാ വിഭാഗങ്ങളും. ഞാൻ KVS ഹരിദാസിലേക്ക് വരുന്നു. KVS ഹരിദാസ്, നമ്മൾ പൂർണ്ണമായും സജ്ജമാവുകയാണ്. അന്തർദേശീയ സമൂഹത്തിൻ്റെ പൂർണ്ണ പിന്തുണ നേടുക എന്തായിരുന്നു ആദ്യം ചെയ്യേണ്ടത്, അതൊക്കെ വളരെ കൃത്യമായി തന്നെ ചെയ്തു. നയതന്ത്ര കാര്യങ്ങളിൽ കൃത്യമായ നിലപാട് നമ്മൾ എടുത്തു. ആ നിലപാട് നമ്മൾ ലോക ജനതയെ അറിയിച്ചു. അതിനോടെല്ലാം പൂർണ്ണമായിട്ടുള്ള പിന്തുണ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് വീണ്ടും പ്രകോപനമുണ്ടാകുന്നു. തുടർച്ചയായിട്ട് അതിർത്തിക്കപ്പുറത്തുനിന്ന് വെടിവെപ്പ് മാത്രമല്ല, വേണ്ടി വന്നാൽ ആണവായുധം പ്രയോഗിക്കും എന്ന് വരെ റഷ്യയിലെ അംബാസഡർ ഇന്നലെയാണ് പറഞ്ഞത്. KVS ഹരിദാസ്. അല്ല അരുണെ, ഞാൻ ഇപ്പോൾ ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞതുമായിട്ട് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പറയാനാണ് എനിക്ക് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്ത്യ ഇത്തവണ POK ആയിരിക്കും ട്രൈ ചെയ്യുക. എൻ്റെ ഒരു നിലപാട് വേറെ വ്യത്യസ്ത, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് വേറൊന്നാണ്. ഗവൺമെൻറ് എന്താ ചിന്തിക്കണമെന്ന് പറയാൻ ഞാനാണല്ല.
പക്ഷെ ഒരു ചോദ്യം എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുക, നമ്മളുടെ ലക്ഷ്യം ഇത്തവണ ബലൂചിസ്ഥാൻ ആയിരിക്കും എന്നാണ്. ബലോച്ചിൽ നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യേണ്ടി വരില്ല. ബലൂചിസ്ഥാൻ്റെ ഒരു ഭാഗത്ത് അഫ്ഗാനിസ്ഥാനുണ്ട്, ഒരു ഭാഗത്ത് ഇറാനുണ്ട്. ഈ രണ്ട് പേരും ഇന്ന് പാകിസ്ഥാനെതിരായിട്ടുള്ള നിലപാട് എടുക്കുന്നുണ്ട്. ബലോച്ച് ലിബറേഷൻ ആർമിയെ സഹായിക്കുന്നത് താലിബാൻകാരാണ്, ഇറാൻകാരാണെന്നുള്ള ആക്ഷേപവും ഉണ്ട്. കറക്റ്റ്. അതുകൊണ്ട് തന്നെ ബലൂചിസ്ഥാനെ മറ്റൊരു ബംഗ്ലാദേശാക്കി മാറ്റാൻ കഴിഞ്ഞാൽ അത് പാകിസ്ഥാന് നൽകുന്ന ഒരു ഹൃദയവേദന, പാകിസ്ഥാന് മാത്രമല്ല ചൈനയ്ക്കും. ചൈന കെട്ടിപ്പൊക്കിയിട്ടുള്ള ഗാഡാർ തുറമുഖം അറേബ്യൻ സീയിലേക്കുള്ള അവരുടെ പടിഞ്ഞാറൻ ഗേറ്റ്വേ ആണ്. അത് ബലൂചിസ്ഥാനിലാണ്. അവരുടെ ഇടപാട് തീരും. ചൈന കോടിക്കണക്കിന് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചൈന വഴിയാധാരാകുന്ന ഒരു ചിത്രം കൂടിയുണ്ട്. അപ്പോൾ ചോദിച്ചാൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ബലോചിസ്ഥാനെ തന്നെയാണ്. പാകിസ്ഥാൻ കൊടുക്കുന്ന ആഘാതം താങ്കൾ പറഞ്ഞതുപോലെ ചൈനയുടെ ഈ ഏഷ്യയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചൈനയുടെ നീക്കത്തിനേൽക്കുന്ന ഏറ്റവും വലിയ പ്രഹരവുമായിരിക്കും, സംശയമൊന്നുമില്ല. അതൊരു വലിയ സ്വപ്നമാണ്. പക്ഷേ ബലൂചിസ്ഥാനിൽ നിലവിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവിടെ വളരെ ശക്തമായി നിൽക്കുന്നു. പാകിസ്ഥാൻ അതിനകം ഇന്ത്യയും കൂടി അതിൻ്റെ പേര് വലിച്ചിഴയ്ക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഞാൻ ശ്രീ ഫസൽ ഗഫൂറിലൂടെയൊക്കെ വന്നാലും, ഫസൽ ഗഫൂർ, ഇതൊരു പ്രധാനപ്പെട്ട ചിന്തയാണ്. പാക് ഒക്കുപൈഡ് കാശ്മീർ മാത്രമല്ല, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ നേതൃത്വത്തിൽ ബലൂചിസ്ഥാൻ ഇപ്പോൾ ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് ഊർന്നുകൊണ്ടിരിക്കുകയാണ്. ജഫാർ എക്സ്പ്രസിൻ്റെ തട്ടിക്കൊണ്ടുപോകലൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ പാകിസ്ഥാൻ ആർമി മുട്ടുമടക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി ഒരു ഘട്ടത്തിൽ. അപ്പോൾ നിലവിൽ ബലൂചിസ്ഥാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഇന്ത്യയുടെ നീക്കമാണെങ്കിൽ അതൊരു ഒന്നൊന്നര നീക്കമായിരിക്കും അല്ലേ ഡോക്ടർ ഫസൽ ഗഫൂർ? അതിലൊരു ലോജിസ്റ്റിക്കൽ പ്രോബ്ലം ഉണ്ട്. കാരണം ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഡീപ്പായിട്ട് കിടക്കുന്ന ഒരു സ്ഥലവും അതിനെ ചുറ്റും ചൈനയ്ക്ക് വലിയൊരു സ്വാധീനമുള്ള ഒരു ഏരിയയാണ്. ഇപ്പുറത്തെ ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ പാക് ഓക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കേരളമായി കിടക്കുകയാണ്, മനസ്സിലായില്ലേ? അതായത് പ്ലെയിൻ ഏരിയയിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ മുസോർബാദും സോപ്പൂറും തമ്മിലുള്ള ദൂരമൊക്കെ പറഞ്ഞത്. മാത്രമല്ല അതിൽ വേറൊരു ഇഷ്യൂ ഉണ്ട്. പാക് ഓക്യുപ്പൈഡ് കാശ്മീരിൽ നമുക്കൊരു പോയിൻ്റ് ഉണ്ട്. അത് അന്ന് പാകിസ്ഥാൻ മിലിറ്ററി എന്നെ പറഞ്ഞു വിട്ടിട്ട്, ഓഫ് കോഴ്സ് വേറെ ട്രൈബൽസിനെയൊക്കെ പറഞ്ഞു വിട്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അവർ ഓക്യുപ്പൈ ചെയ്തൊരു ഏരിയയാണ്. അതിനുശേഷമാണ് ഇന്ത്യയുടെ പട്ടാളം കാശ്മീരിൽ പറഞ്ഞത്. അപ്പോൾ ധാർമ്മികമായിട്ട് നമുക്ക് വലിയൊരു ഇത് കൊടുക്കുന്നൊരു സംഭവമാണ്. കാരണം ഇത് ഞങ്ങളുടെ സ്ഥലമായിരുന്നതാണ്. അന്ന് നമ്മൾ ചില വിട്ടുവീഴ്ചകളുടെ പേരിൽ പിന്നെ നമ്മൾ അന്ന് അത് വിട്ടുകൊടുത്തതാണ് എന്നുള്ള മട്ടിൽ. അതാണ് എൻ്റെ ഒരു പോയിൻ്റ് അതിൽ കിടക്കുന്നത്. അങ്ങനെയാണ്. ഒറ്റ കാര്യം കൂടെ പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാം. ബോംബെ അവർ ആക്രമിക്കുന്നു, അക്ഷർധാം അവർ ആക്രമിക്കുന്നു, അവർ പാർലമെൻറ്റ് ആക്രമിക്കുന്നു, കന്ദഹാറിലോട്ട് പ്ലെയിൻ എടുത്തുകൊണ്ട് പോകണം. നമ്മൾ നോക്കിയിരിക്കുകയല്ലേ, ഗവൺമെൻറ് ഏതാണെന്ന് നോക്കണ്ട, നമ്മൾ നോക്കിയിരിക്കണം. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ പറയുന്നത് ഇത്തവണെങ്കിലും അവർക്ക് ഒരു കടുത്തൊരു പാഠം പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇത് ഇന്ത്യയിൽ നിരാശരാക്കും നമ്മുടെ ഭാരതീയരെ. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ തന്ത്രപ്രധാനമായ മേഖലകൾ മാത്രമല്ല, അവിടെ മറ്റൊരു കാര്യം കൂടി പാകിസ്ഥാൻ ചെയ്യാൻ ശ്രമിച്ചല്ലോ. ഞാൻ ഡോക്ടർ ജോസഫ് ആൻ്റണിയിലേക്ക് കൂടി വരാം. പാകിസ്ഥാൻ എന്താ ശ്രമിച്ചത്? നമ്മളുടെ രാജ്യത്തെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ടൂറിസ്റ്റുകളെ തെരഞ്ഞുപിടിച്ച് കൊല്ലുമ്പോൾ ഈ രാജ്യം മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ അടിക്കുന്ന ഒരു നേഷൻ അറ്റ് വാർ ആയി മാറും എന്നാണ് അവർ കരുതിയത്. പക്ഷേ നമ്മൾ എന്തു ചെയ്തു? ഒരുമിച്ച് നിന്നു. ആദിലും ആരതിയും നമുക്കൊപ്പം ഇന്ത്യ രാജ്യത്തിൻ്റെ കരുത്ത് കാട്ടിക്കൊടുത്തു. അതോടുകൂടി പാകിസ്ഥാൻ്റെ ആക്രമണത്തിൻ്റെ മുനയൊടിഞ്ഞു. 26 പേരുടെ രക്തസാക്ഷിത്വമുണ്ടായി. പക്ഷേ പാകിസ്ഥാൻ്റെ ആ ലക്ഷ്യം നടക്കാതെ പോയത് തന്നെ വലിയ പരാജയമല്ലേ ഡോക്ടർ ജോസഫ് ആൻ്റണി? അതുകൊണ്ട് ബലൂചിസ്ഥാനോ പാക് ഒക്കുപൈഡ് കാശ്മീരോ എന്നൊരു ചോദ്യം കൂടി മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇതിനകം തന്നെ പാതി വിജയിച്ച രാജ്യമാണ് അല്ലേ ഡോക്ടർ ജോസഫ് ആൻ്റണി? തീർച്ചയായിട്ടും. ഇവിടെ ശ്രീ മോഹനൻപിള്ള സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഈ ആക്രമണങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നത് അദ്ദേഹം വിശേഷിപ്പിച്ചതുപോലെ ജിഹാദി ജനറൽ എന്ന് പറയുന്ന അസീം മുനീറാണ്. അസീം മുനീർ ശരിക്കും ഒരു ഇസ്ലാമിസ്റ്റ് മിലിറ്ററി അധികാരിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ എന്താണ് ടു നേഷൻ തിയറി ഒക്കെ വളരെ ശക്തമായിട്ട് ഇപ്പോഴും പിന്തുടരുന്ന അത്തരമൊരു നേതാവിൻ്റെ പ്രത്യയശാസ്ത്രം നടപ്പിലാക്കുന്നതാണ് വാസ്തവത്തിൽ നമ്മൾ പഹൽഗാമിൽ കണ്ടത്. മനുഷ്യരെ മതത്തിൻ്റെ പേരിൽ തിരഞ്ഞുപിടിച്ചുകൊണ്ട് ആക്രമിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഇന്ത്യയിൽ വിഭജനം സൃഷ്ടിക്കും, ഇന്ത്യയെ 2ആക്കി മാറ്റും അല്ലെങ്കിൽ 3ആക്കി മാറ്റും എന്നുള്ള തരത്തിലുള്ള ചിന്തയാണ് അദ്ദേഹത്തിന് വന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാലം കഴിഞ്ഞിരിക്കുന്നു. ഇത്തരമൊരു പ്രതിസന്ധികളുടെ മുമ്പിൽ ഒരുമിച്ച് നിൽക്കാൻ എല്ലാ വ്യത്യസ്തതകളും കഴിഞ്ഞ് ഒരുമിച്ച്
ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്ന രാജ്യമാണെന്ന് കാശ്മീർ അസംബ്ലി തെളിയിച്ചു, അവിടെ കാശ്മീർ മുഴുവൻ തെളിയിച്ചു, ഇന്ത്യ ഒട്ടാകെ തെളിയിച്ചു. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന പാകിസ്ഥാന്റെ പരിപാടി നടക്കില്ല. ഇന്ത്യ ഒന്നായി നിന്നുകൊണ്ടാണ് ഇതിനെ നേരിടാൻ പോകുന്നത് എന്നുള്ള സന്ദേശമാണ് ഇന്ത്യൻ ജനങ്ങളും കാശ്മീർ ജനങ്ങളും ഇന്ത്യൻ ഭരണകൂടവും നൽകുന്നത്. ഓക്കെ, ഞാൻ മോഹനൻ പിള്ള, ഇതിൽ ബലൂചിസ്ഥാൻ ആക്രമിക്കുക എന്നുള്ളത് നിലവിൽ ഒരു മിലിറ്ററി സ്ട്രാറ്റജി ആയിട്ട്, ഒരു മികച്ച മിലിറ്ററി സ്ട്രാറ്റജി ആയിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതാണ് നമ്മൾ ലക്ഷ്യമിടുന്നതെങ്കിൽ, ഇപ്പം ഞാൻ അകലം നോക്കുമായിരുന്നു, ക്വറ്റയും ഈ ഡൽഹിയും തമ്മിലുള്ള അകലം 1229 കിലോമീറ്ററാണ്. അത്ര വലിയ ദൂരമൊന്നുമില്ല, നമ്മുടെ മിസൈലുകൾക്കൊക്കെ താണ്ടിപ്പോരാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ. മാത്രമല്ല ചെറിയ ഒരു ആക്രമണം പോലും ബലൂചിസ്ഥാനിൽ അവിടുത്തെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ തന്നെ മനോവികാരം വർദ്ധിപ്പിക്കുകയും പാകിസ്ഥാൻ ആർമിക്കെതിരായിട്ട് തിരികുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള നീക്കങ്ങൾക്കുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ ശ്രീ മോഹനൻ പിള്ള? ഇല്ല, ഒരിക്കലും ഇല്ല. കാര്യം അതൊരു പ്രോക്സി വാർ ആയിരിക്കും. ബിക്കോസ് വി ആർ ദെയർ. നമ്മൾ അവരെ ഇൻഡയറക്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട്, ബിക്കോസ് അതൊരു സാൻഡ്വിച്ച് ആയിട്ട് നമുക്ക് ഇതിനിടയ്ക്ക് ഐ തിങ്ക് ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞതുപോലെ അതെല്ലാവർക്കും അറിയാവുന്ന ഒരു ഒക്കുപ്പൈഡ് കാശ്മീർ ഇടയ്ക്കൊരു സ്ഥലം കിടക്കുന്നത് കൊണ്ട് അത് ലിബറേറ്റ് ചെയ്യുക, അതൊരു ഫൂളിഷ് അറ്റംപ്റ്റ് എന്ന് പറയും. അറ്റ് പ്രസന്റ് സിനാരിയോ ഇത് സ്ട്രാറ്റജിക്കലായിട്ട് നമ്മൾ നോക്കിയാൽ അറ്റ് എ ടൈം, കാര്യം എനിത്തിങ് അഫക്റ്റിംഗ് ടു ചൈന, നമ്മൾ ചൈന ഇപ്പോൾ ടച്ച് ചെയ്യാൻ പാടില്ല ഒരു കാരണവശാലും. അവരുടെ ഇൻട്രസ്റ്റിനെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആക്ഷനും ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് തിരിച്ചടി നേരിടും. വി ഹാവ് ടു ബി വെരി പ്രാക്ടിക്കൽ. നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്താണ് ഡോക്ടർ അരുൺ? മനസ്സമാധാനത്തോടെ ഇന്ത്യയിൽ ഇൻ ഫ്യൂച്ചർ കിടന്നുറങ്ങുക. ദ ടെററിസ്റ്റ്, അവർ ബലൂചിസ്ഥാൻ ഫ്രീ ആണെങ്കിൽ പോലും ഈ ടെററിസ്റ്റുകൾ ഒതുങ്ങുന്നില്ല. ടെററിസ്റ്റുകളെ ഒതുക്കുവാനുള്ള നിയമം ഇതാണ് വേണ്ടത്. അതാണ് വീണ്ടും ഞാൻ പറയുന്നത്. ഡിവിഷൻ ഉണ്ടായപ്പോൾ റാറ്റ്ക്ലിഫ് ലൈൻ ഉണ്ടായിരുന്നു, സർ റിച്ചാർഡ് റാറ്റ്ക്ലിഫ് ബൗണ്ടറി ലൈൻ. അതായത് ഇന്ത്യയും ടെററിസ്ഥാനും തമ്മിലുള്ള ആ ലൈന് നമ്മൾ ബൗണ്ടറി തിരിച്ചെടുത്തിട്ട് ഒരു കാലത്ത് ടൂറിസ്റ്റുകളുടെ ഹെവനായിരുന്ന ഇപ്പോൾ ടെററിസ്റ്റുകളുടെ ഹെവനായിട്ടുള്ള ഈ ഒക്കുപ്പൈഡ് കാശ്മീർ നമ്മൾ പിടിച്ചെടുക്കുന്നു, പീർപഞ്ചാൾ ഏരിയ. അതോടെ നമ്മുടെ എൻ്റയർ ജമ്മു ആൻഡ് കാശ്മീരിന് ഒരു സോളിഡ് ബൗണ്ടറി ഇന്റർഫിയറൻസ് കുറഞ്ഞുള്ളത്, ടെററിസ്റ്റുകളുടെ ഇൻഫിൽട്രേഷൻ കുറയും. അതോടെ മാക്സിമം പ്രശ്നങ്ങൾ ഒതുങ്ങും. ഈ ഒരു കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. അതുപോലെ തന്നെ കാഷ്വാലിറ്റി നമ്മൾ മാക്സിമം ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. കാര്യം ദേ ആർ ഡെവലപ്പിംഗ്, ഓക്കെ, ഗസ്നി, ഗോറി ഓർ അബ്ദാലി ഓർ അബ്ദുള്ള, വാട്ട് എവർ ഇറ്റ് ഈസ്, വി ഗോട്ട് അവർ ഓൺ. ബാക്കി ഇന്ത്യയും റഷ്യയും കൂടി നല്ല ഗോൾഡൻ ടൈമിൽ ഉണ്ടാക്കിയിട്ടുള്ള ബ്രഹ്മോസിനെ ഒന്നും എതിരിടാനായിട്ട് ഒരു സാധനങ്ങൾ പോലും, ഒരു മിസൈൽ പോലും ഈ ടെററിസ്ഥാനിൽ ഇല്ല. നമ്മുടെ നാഗ്, അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഹെലിന, എന്താണ് ഹെലിന, ഹെലികോപ്റ്ററിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അഗ്നി എന്തെല്ലാമാണ്. അപ്പം അത് വെച്ചിട്ട് കമ്പാരിസൺ, ബട്ട് വി ഡോണ്ട് വാണ്ട് അരുൺ. അത് നമുക്ക് കാഷ്വാലിറ്റി കൂടുതൽ കിട്ടും. കാര്യം ആകാശത്ത് മറ കെട്ടുമല്ല നമ്മൾ ചെയ്യുന്നത്. അവരുടെ മിസൈലിലും നമ്മളുടെ കാഷ്വാലിറ്റി ഉണ്ടാവാം. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഡോക്ടർ ജോസഫ് ആന്റണി, താങ്ക് യു. KVS ഹരിദാസ്, ഡോക്ടർ ഫസൽ ഗഫൂർ ചർച്ചയിൽ പങ്കുചേർന്നതിന്. Debate with Dr. Arun Kumar.